അവളെ ഒരു പാഠം പഠിപ്പിക്കണ്ടേ നമുക്ക്? ആർക്കാണ് വിഷം കൂടുതലെന്ന് നോക്കാം. അന്നേ കൊന്ന് ദൂരെ എറിയേണ്ടതായിരുന്നു. 23 വർഷങ്ങൾക്ക് മുമ്പ് ഒരെണ്ണത്തിനെ കൊല്ലാനേ നമുക്ക് കഴിഞ്ഞുള്ളൂ. ഇവളെയും കൂടെ തീർക്കേണ്ടതായിരുന്നു അന്ന്. അതാണ് നമുക്ക് പറ്റിയ അബദ്ധം. മുതലാളി, എന്തായാലും എടുത്തിട്ടാടി ഒരു തീരുമാനം എടുക്കാതെ നല്ലപോലെ ആലോചിക്കാം നമുക്ക്. വേറൊന്നല്ല, നാഗരാണി നമ്മളെ ഉപദ്രവിച്ചില്ലല്ലോ. അതുകൊണ്ട് നമ്മള് അവളെ തിരിഞ്ഞു പോകേണ്ട കാര്യമുണ്ടോ? നന്ദീശ, ശത്രുക്കൾ ഒരിക്കലും നമ്മളെ തേടി ഇങ്ങോട്ട് വരില്ല. നമ്മൾ അവരെ തേടി അങ്ങോട്ട് പോണം. ഈ നാഗറാണിയുടെ കാര്യത്തിൽ നമ്മൾ അവളെ വെറുതെ വിട്ടാൽ അവള് നമ്മുടെ ആണിവേരിളക്കും. അവളുടെ മരണം ഇങ്ങടുത്തു കഴിഞ്ഞു. അവളെയും കൂടി കൊന്നിട്ടേ ഞാൻ ഇങ്ങോട്ട് വരൂ. വാ എന്റെ കൂടെ. മുതലാളി, ഞാൻ കണ്ട ആ സ്വപ്നം ഒരിക്കലും സത്യമാവരുതെന്ന് എത്ര പ്രാർത്ഥിച്ചതാ ഞാൻ. ഇനി എന്നെ കൊണ്ട് ഒട്ടും വയ്യ. ആ ദിവസം ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ കത്തി തന്നെയാ ബോസ് വാങ്ങിച്ച് എന്റെ മുമ്പിൽ കൊണ്ടുവന്നത്. ദേ ഇന്ന് നോക്ക്, ആ സ്വപ്നത്തിൽ ശിവാനി ഇട്ടുകൊണ്ട് വന്ന അതേ ഡ്രസ്സ് തന്നെയാണ് കൊച്ചുമുതലാളി ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇത്രയൊക്കെ ആയിട്ടും ഞാൻ വിശ്വസിച്ചില്ലേ. ഇനി ആ സ്വപ്നങ്ങാനും സത്യമായി കഴിഞ്ഞ കൊച്ചുമുതലാളി ശിവാനിയെ... ഇല്ല 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 ഇല്ല, ഞാനിത് തടഞ്ഞേ പറ്റുള്ളൂ. ആ സ്വപ്നത്തെ കണ്ട പോലെ ഒന്നും സംഭവിക്കരുത്. അത് നടക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ശിവാനി ഈ വസ്ത്രം ധരിക്കാൻ പാടില്ല. എല്ലാം ശിവാനി അറിയിക്കാതെ വേണം ചെയ്യാൻ. ശിവാനി എന്നല്ല, ഇതാരും തന്നെ അറിയാൻ പാടില്ല. മാറ്റി വെച്ചേക്കെന്തായാലും. ഇനി ഞാൻ കണ്ട ആ സ്വപ്നം എങ്ങനെ ഭരിക്കുന്ന എനിക്കൊന്ന് അറിയണമല്ലോ. കൊച്ചുമുതലാളി ഇതുപോലെ വേറൊന്നും അവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ എന്തായാലും ഒരാഴ്ചയെങ്കിലും പിടിക്കില്ലേ? ആ സ്ത്രീ അങ്ങനെയല്ല എന്നോട് പറഞ്ഞത്. ഇങ്ങനെ പുതിയ ഒരെണ്ണം ഉണ്ടാക്കാൻ ഒരാഴ്ചയെങ്കിലും എടുക്കുന്നു. ആ ഒരാഴ്ചയില് എൻഗേജ്മെന്റ് കഴിയില്ല. അത് മതി. ഇനിയിപ്പോ ആ സ്വപ്നം സത്യമാവാൻ ഒരിക്കലും ഒരു സാധ്യതയില്ല. അതെന്തായാലും എനിക്ക് ഉറപ്പാണ്. എന്റെ ഈശ്വര, ഇക്കാര്യത്തിൽ നിന്റെ ഒരു സഹായം വേണം എനിക്ക്. എന്റെ കൂടെ ഉണ്ടാവില്ലേ? വാ മോനെ, വാ വാ, ഇങ്ങോട്ട് വാ. നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഏതവസ്ഥയിലുള്ളതെന്ന്. നിങ്ങളോ? നിങ്ങൾ ഈ കൂട്ടത്തിൽ ഒരാളായിരുന്നല്ലേ? ഞാൻ നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊന്നും കരുതിയതല്ല. പക്ഷെ നിങ്ങള് മനുഷ്യരൂപത്തിലുള്ള രാക്ഷസനാണെന്ന് ഞാൻ അറിഞ്ഞതേയില്ല. എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ മനുഷ്യരൂപത്തിലുള്ള മുഖം മൂടി ധരിച്ച് ഞങ്ങളെ തന്നെ കൊല്ലാൻ വന്ന നാഗറാണിയാണെന്ന് അറിഞ്ഞില്ല. ഇത്ര നാളും എന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടായിട്ടും നിങ്ങളിൽ എനിക്ക് ഒരു ചെറിയ സംശയം പോലും ഉണ്ടായില്ല. സംശയം തോന്നാത്ത വിധം പെരുമാറിയത് നീയല്ലേ? ഞങ്ങളിലേക്ക് വന്ന് ബന്ധം സ്ഥാപിച്ചത് നീയാ. എന്റെ വിശ്വാസം പിടിച്ചു പറ്റിയത് നീയാ. പറ, ഭൂമിയിലേക്ക് എന്തിനാ വന്നത്? എന്താ നിന്റെ ഉദ്ദേശം? നിന്നോടാ ഞാൻ ചോദിക്കുന്നത്. പറയടി, എന്താ നിന്റെ ഉദ്ദേശം? അത് നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ നാഗറാണിയാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ ചെയ്ത പാപം എന്താണെന്ന് ഞാനായിട്ട് പറയണോ നിങ്ങളോട്? എന്ത് പാപം?
23 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളൊക്കെ കൂടി എന്താണ് ചെയ്തതെന്ന് മറന്നുപോയോ? 23 വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസം ഞാനും എന്റെ പ്രിയതമനും സന്തോഷത്തോടെ നാഗലോകത്ത് കഴിയുമ്പോ നിങ്ങൾ വന്ന് എന്റെ പ്രിയപ്പെട്ടവനെ കൊന്ന് നാഗമാണിക്ക് മോഷ്ടിച്ചെടുത്തോണ്ട് പോയി. ഓർമ്മയുണ്ടോ അത്? അന്ന് നീയൊക്കെ കൂടെ ചെയ്ത ആ നീചകൃത്യത്തിന് നിന്നോടൊക്കെ പകരം ചോദിക്കാനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. സന്തോഷകരമായിരുന്ന എന്റെ ജീവിതം തകർത്ത് കളഞ്ഞ രാക്ഷസന്മാരാണ് നിങ്ങൾ. നിന്നെയൊക്കെ കൊല്ലാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നത്. നീയൊക്കെ നാഗലോകത്ത് നിന്ന് മോഷ്ടിച്ചെടുത്ത നാഗമാണിക്യം തിരിച്ചെടുത്ത് നാഗലോകത്തെത്തിക്കുക എന്നതാണ് എന്റെ കർത്തവ്യം. എന്റെ പ്രിയപ്പെട്ടവനെ ഇല്ലാതാക്കി എന്ന് നീയൊക്കെ നാഗമാണിക്യം കട്ടെടുത്തോ അന്ന് തന്നെ നിന്നെയൊക്കെ കൊന്ന് പ്രതികാരം വീട്ടുമെന്ന് ഞാൻ ശപഥം ചെയ്തതാ. ഇച്ഛാധാരി നാഗം ഭൂമിയിലെ ഒരു സാധാരണ മനുഷ്യ സ്ത്രീയായി ജീവിക്കുന്നത് പ്രതികാരം ചെയ്യാനായിരുന്നു അല്ലേ? എന്റെ മകനെ സ്നേഹിച്ചത് വെറുതെ ആയിരുന്നു അല്ലേ? അഭിനയിച്ചതായിരുന്നല്ലേ നീ? നിന്റെ ആ നാഗമാണിക്യത്തിന് വേണ്ടി, നിന്റെ ഉള്ളിലുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി എന്റെ മകന്റെ ജീവിതം വെച്ച് നീ കളിച്ചു. അവൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? അവന്റെ അച്ഛനാ ഞാൻ. നിന്നെ മരുമകളാക്കാൻ നോക്കിയല്ലോ ഞാൻ. ആ എന്നെയും പറ്റിച്ചില്ലേ നീ? ചിരിക്കണ്ട. എനിക്ക് വരുന്ന ദേഷ്യത്തിന് നിന്നെ ഞാൻ കൊന്നുകളയാ വേണ്ടത്. പറയടി, എന്റെ മോൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? നീയൊക്കെ ചെയ്തു കൂട്ടിയ ദ്രോഹത്തിന് മുന്നിൽ ഇതൊന്നും ഒന്നുമല്ല. നിങ്ങളൊക്കെ കൂടി നാഗലോകത്തോട് കാട്ടിയ അന്യായത്തിന് പകരം ചോദിക്കാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഞാൻ ചെയ്തതൊന്നും ഒരിക്കലും അന്യായമാവില്ല. എല്ലാത്തിനും അതിന്റേതായ ന്യായങ്ങളുണ്ട്. സംസാരിച്ച് ജയിക്കാൻ നോക്കണ്ട. നിന്നെ ഇവിടെ കുഴിച്ചു മൂടും ഞാൻ. എന്നെ അത്ര എളുപ്പത്തിൽ കൊല്ലാൻ പറ്റുന്നാണോ നിന്റെ വിചാരം? അതൊരിക്കലും സാധിക്കില്ല. നാഗലോകത്തിലെ പ്രതിഷ്ഠയായ നാഗമാണിക്യം മോഷ്ടിച്ചത് നീയാണ്. അതുകൊണ്ട് തന്നെ സർപ്പദോഷത്തിന് ഇരയായി നിന്റെ മരണം നീ തന്നെ വിളിച്ചു വരുത്തി. മരണം നിന്റെയൊക്കെ കൺമുന്നിലുണ്ട്. മരണം കൺമുമ്പിൽ തന്നെ ഉണ്ട്. പക്ഷെ അതൊരിക്കലും എന്റെ അല്ല, നിന്റെ. നിന്നെ പോലെയുള്ള വിഷജന്തുക്കളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അതേടി, ഞാനൊരു വിഷജന്തു തന്നെയാ. പാമ്പിന് പല്ലിൽ മാത്രമാണ് വിഷം, പക്ഷെ എന്റെ ശരീരം മുഴുവൻ വിഷമാ. ആ വിഷം എന്റെ വിഷത്തിന് മുന്നിൽ ഒന്നുമല്ല. എന്റെ വിഷത്തിന്റെ വീര്യം നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഒരു സംശയവും വേണ്ട. എന്റെ പ്രതികാരത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്കാവില്ല. നിനക്ക് എത്രത്തോളം ദേഷ്യവും വിദ്വേഷവും ഉണ്ടെങ്കിലും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനുള്ള ശക്തി നിനക്കില്ല. അന്നവിടെ ആ നാഗം, ഇവിടെ ഇന്ന് ഈ നാഗം. രണ്ട് നാഗത്തിന്റെയും മരണം എന്റെ കൈകൊണ്ടാണ്. ഏയ്! നിന്റെ മരണം എന്റെ കൈകൊണ്ടാ. നിനക്കെന്നോടുള്ള എല്ലാ ദേഷ്യങ്ങളും ഇന്നോടെ അവസാനിക്കണം. എത്ര വർഷം എന്നാ പറഞ്ഞേ? 23 വർഷം അല്ലേ? 23 വർഷമായുള്ള നിന്റെ ഈ കാത്തിരിപ്പ് ഇന്നത്തോടെ അവസാനിക്കും. മണ്ണോട് മണ്ണായി തീരും നീ. എന്താ പറഞ്ഞേ? നാഗമാണിക്യം തിരിച്ചു കൊണ്ടുപോകണമെന്നോ? നാഗമാണിക്യം ഞങ്ങളുടെയാ. അതിന്റെ അവകാശം സ്ഥാപിക്കാൻ ഇനി ഒരാൾക്കും സാധിക്കില്ല.
ഞങ്ങള് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന നാഗമാണിക്യം ഈസി ആയിട്ട് അങ്ങ് തിരിച്ചു കൊണ്ടുവന്ന് കരുതിയാണ്. ഞങ്ങള് നാഗലോകത്തിലുള്ളവരെ പോലെ അത്ര വിഡ്ഢികളാണ്. ശിവാനി, നാവടക്ക്. മുതലാളി വീട്ടിൽ നിന്ന് വിളിക്കുന്നത്. എടുക്കണ്ട, ആദ്യം ഞാൻ ഇവളുടെ കഥ അവസാനിപ്പിക്കട്ടെ. മുതലാളി വീണ്ടും വിളിച്ചോണ്ടിരിക്കുക. എന്തോ അർജന്റ് മാറ്ററാ. ഞാനൊന്ന് സംസാരിക്കാം. അളിയ എവിടെയുള്ളേ? ഞാൻ നന്ദീശനെ സംസാരിക്കുന്നേ. മുതലാളി ഇപ്പൊ കുറച്ച് തിരക്കിലാണല്ലോ. നന്ദീശ, അളിയൻ എവിടെയാ? ഒന്ന് ഫോൺ കൊടുത്തേ. അല്ല, ശിവാനിയോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞില്ലായിരുന്നോ? അവളിതേ ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. സത്യമാണോ ഈ പറയുന്നത്? ശിവാനി മാഡം വീട്ടിലേക്ക് വന്നോ? ഗോവിന്ദ, എന്താടാ നീ പറയുന്നത്? ശിവാനി വീട്ടിലേക്ക് വന്നു? ആ, ഇവിടെ വന്നു അളിയ. അളിയനല്ലേ വരാൻ പറഞ്ഞത്. അളിയൻ വേഗം വാ. എല്ലാവരും ഇവിടെ അളിയനെ വെയിറ്റ് ചെയ്തിരിക്കുക. സത്യമായിട്ടും അവള് വീട്ടിലുണ്ടോ? എന്താ അളിയ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഞാനെന്തിനാ കള്ളം പറയുന്നേ? നീ ഒരു വീഡിയോ കോൾ ചെയ്തേ. ശരി അളിയ. ദിഗ്വിജയ്, എന്തു പറ്റി? ശിവാനി എന്റെ വീട്ടിൽ വന്നിരിപ്പുണ്ടെന്ന്. എടോ, അത് എങ്ങനെ സാധിക്കും? ഇവിടെയല്ലേ ഉള്ളത്. ഇതിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. നീ ഒന്ന് ശരിക്ക് ചോദിക്കൂ. ഗോവിന്ദനോട് ഞാൻ വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ. അളിയ, അളിയന് ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലല്ലോ. ഇവിടെ നോക്കൂ. എല്ലാവരും അളിയനൊരു ഹായ് പറഞ്ഞേ. ഹായ് പറ. ഹായ് അങ്കിൾ. എല്ലാവരും അളിയനൊരു ഹായ് പറഞ്ഞേ. ഹായ് പറ. ഹായ് അങ്കിൾ. ഇപ്പൊ എത്തില്ലേ? വരുന്നു മോളെ. അളിയ വേഗം വാ അളിയ. എപ്പോ എത്തും? ഇപ്പൊ തന്നെ വരാം. എന്തൊക്കെയാടാ ഇത്? ഏതോ ഒരു സിനിമാ കഥ കേൾക്കുന്നവളെ കൊണ്ടല്ലോ. അവൾ അവിടെ ഉണ്ട്, ഇപ്പൊ ഇവിടെ ഉണ്ട്. ഇതെന്താ ഡബിൾ ആണോ? നോ ദിഗ്വിജയ്, ഇതൊക്കെ എങ്ങനെ സാധിക്കും? എനിക്ക് തോന്നുന്നത് വേറെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നാ. എന്താ മോളെ വല്ലാതിരിക്കുന്നേ? അങ്കിളിങ് എത്തിക്കോളും. നീ ഇതൊക്കെ നോക്കി സെലക്ട് ചെയ്യും മോളെ. ഇതിഷ്ടപ്പെട്ടോ? അമ്മേ, അത് നന്നായിട്ടില്ല. ഏടത്തേക്ക് ഈ നെക്ലേസ് ആയിരിക്കും കൂടുതൽ ചേരണേ. ഇതൊന്ന് നോക്കിക്കേ. ഏടത്തി, എന്തെങ്കിലും ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഇഷ്ടായില്ലേ നിനക്ക്? അമ്മേ, ഏടത്തേക്ക് ഞാൻ സെലക്ട് ചെയ്ത നെക്ലേസ് ഇഷ്ടമായി കാണുള്ളൂ. അമ്മ ചുമ്മാ ഇരുന്നേ. ശിവാനി, വാട്ട് ഹാപ്പൻ? എന്താ താനൊട്ടും കംഫർട്ടബിൾ അല്ലേ? ഇല്ല, nothing. സത്യം പറ ശിവാനി. ചേട്ടാ, ഏടത്തേക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? ഒന്ന് ചുമ്മാ ഇരുന്നേ. ഏടത്തി, ഇത് നോക്കി. എനിക്കിതൊന്നും വേണ്ട. അങ്ങനെയൊന്നും പറയാൻ പാടില്ല മോളെ. എൻഗേജ്മെന്റിന് ഇതൊക്കെ എടുക്കാന്നുള്ളത് ഒരു ചടങ്ങ് തന്നെയേ. നീ ഇതൊക്കെ നോക്കി സെലക്ട് ചെയ്ത്. ചിലപ്പോ ശിവാനിക്ക് നോക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീണ ഒന്ന് മുകളിലേക്കുണ്ട്. ഓക്കെ ഏട്ടാ. ഏടത്തി വാ. ആരടി നീ? നീ ഇവിടെ നിൽക്കുമ്പോ
നിന്റെ രൂപത്തിലുള്ള ഒരാൾ എന്റെ വീട്ടിലേക്ക് വന്നത് എങ്ങനെയാ? നീ ശരിക്കും ശിവാനി തന്നെയാണോ? നീ സത്യം പറയാൻ എത്ര സമയമെടുക്കുന്നോ അത്രയും സമയം നീ അനുഭവിക്കേണ്ടി വരും. ആരാണ് യഥാർത്ഥ ശിവാനി എന്ന് പറഞ്ഞോ? ഇല്ലെങ്കിൽ നിന്റെ മരണം വളരെ ക്രൂരമായിരിക്കും. നിനക്കും അതെ. ചെയ്ത തെറ്റ് സമ്മതിച്ച് നാഗമാണിക്യം തിരിച്ചു തരാൻ നോക്ക്. ഇല്ലെങ്കിൽ നിന്റെ അന്ത്യവും അത്രയും ക്രൂരമായിരിക്കും. ദിഗ്വിജയ്, ഇവളോട് നിന്നെ സംസാരിക്കുന്നേ? ഇവള് തന്നെയാ നാഗറാണി. കൊല്ലവളെ. ആണെങ്കിൽ ഇവളെപ്പോലെ തന്നെ വേറൊരാൾ എങ്ങനെ ഉണ്ടായി? എന്റെ വീട്ടിലുള്ളവൾ ആരാ? ദിഗ്വിജയ്, നമുക്കതൊക്കെ പിന്നീട് സംസാരിക്കാം. ഇവളെ ആദ്യം കൊല്ല്. ഇവള് നാഗറാണിയെന്ന് മനസ്സിലായില്ലേ? അത് ശരിയാടാ. ഡോക്ടർ പറഞ്ഞാലും കാര്യമുണ്ട്. ആദ്യം ഇവളുടെ കഥ കഴിക്ക്, ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആപത്താ. ദിഗ്വിജയ്, എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? ഷൂട്ടർ ദിഗ്വിജയ്, നിനക്ക് അവളെ കൊല്ലം ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങതാ, ഞാൻ തന്നെ ചെയ്തോളാം. വേണ്ടടാ വിശ്വനാഥ, അവളെ അങ്ങനെ അങ്ങ് കൊല്ലാൻ പാടില്ല. അത് ദിഗ്വിജയ്, നമ്മളിങ്ങനെ ലേറ്റായി കഴിഞ്ഞാ അവള് നമ്മളെ അങ്ങ് ഇല്ലാതാക്കി കളയും. ആദ്യം അവളെ കൊല്ല്, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. അങ്ങനെ ചെയ്താൽ അത് വെറും മണ്ടത്തരമായി പോകും. ഞാൻ കോപത്തിലായിരിക്കുമ്പോൾ തീരുമാനങ്ങളൊന്നും എടുക്കാറില്ല. അതെ, മുതലാളി പറയുന്നതും സത്യം. ഇക്കാര്യത്തിൽ മറിച്ചൊരു തീരുമാനം വേണ്ട. ഒരേ രൂപത്തിലുള്ളവർ രണ്ട് സ്ഥലത്തുള്ളപ്പോ അതിൽ നാഗറാണി ആരാ, എന്റെ മരുമകൾ ആരാണെന്ന് എനിക്ക് തിരിച്ചറിയണം. അത് മനസ്സിലാക്കാതെ നമ്മൾ എന്തെങ്കിലും ചെയ്താ സ്വയം കുഴിയിൽ ചാടുന്നതിന് തുല്യമാവും. രണ്ടും നാഗമാണെങ്കിലോ? അയ്യോ എന്റെ ഈശ്വര, ആദ്യം ഒന്നിനെ കണ്ടപ്പോഴേ ആളില്ലാണ്ടായി, ഇപ്പതാ രണ്ടെണ്ണമായിരിക്കുന്നു. എന്റെ ഈശ്വര. ഏയ്, നീ ഒന്നും മിണ്ടാതിരടാ. ഇനി എന്താ ചെയ്യുക? ഇവളെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവാന്നോ? ഇത്രയൊക്കെ ടോർച്ചർ ചെയ്തിട്ടും ഇവളൊന്നും പറയുന്നില്ല. നമ്മുടെ ഈ സംശയങ്ങൾക്കെല്ലാം ഉത്തരം തരാൻ ഒരാൾക്കേ കഴിയും. അത് ഗുരുക്കൾക്ക് മാത്രമാണ്. നോക്കടാ, നിങ്ങളെല്ലാവരും ഇവർക്ക് കാവലിരിക്കും. ഞാൻ പോയി ഗുരുക്കളെ ഇങ്ങോട്ട് കൊടുക്കേണ്ടവരാ. നദീശ, എന്തോ എനിക്കിത് ഭംഗിയായിട്ട് തോന്നുന്നില്ല. അതൊന്ന് ട്രൈ ചെയ്താലോ? ഹേയ് തൃശൂൽ, നീ എപ്പോഴാ വന്ന്? കൊച്ചുനാളി ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. നീ എന്താ കയ്യും വീശി വന്നിരിക്കുന്നത്? ശിവാനിയുടെ ഡ്രസ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിട്ടല്ലേ നിന്നെ വിട്ടത്? അത് കൊച്ചുനാളി, ഡ്രസ് ഇതുവരെ റെഡി ആയിട്ടില്ല. വാട്ട്? പക്ഷേ ഞാൻ വിളിച്ചപ്പോ റെഡി ആയിട്ടുണ്ട്, വന്ന് വാങ്ങിച്ചോളാനാണല്ലോ പറഞ്ഞു. ആ, റെഡി ആയിട്ടുണ്ടായിരുന്നു കൊച്ചുനാളി. ഞാനത് വാങ്ങിക്കാൻ വേണ്ടിയാ അവിടേക്ക് പോയത്. കവർ തുറന്ന് ഞാൻ ചെക്ക് ചെയ്തപ്പോ സ്റ്റിച്ചിങ് പോലും കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ലെന്നേ. ഒന്നും ശരിയായിട്ടില്ല കൊച്ചുനാളി. പിന്നെ നിങ്ങൾ പറഞ്ഞു കൊടുത്ത ഡിസൈൻ ഇല്ലേ, അതുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഞാനുണ്ടല്ലോ, എന്റെ കൊച്ചുമുതലാളിയുടെ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഓർഡർ കൊടുത്ത സാധനം ഇങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് പോകുന്നേ. ആണോ? ആ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അവരൊക്കെ വെൽ നോൺ ഡിസൈനേഴ്സാ. ഓക്കെ, എന്തായാലും ഞാൻ വിളിച്ചു നോക്കാം. അയ്യോ കൊച്ചുമുതലാളി, കോളൊന്നും ചെയ്യണ്ട. തൃശൂൽ, നിനക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തോണ്ടാ ഇതൊക്കെ വിളിച്ച് ചോദിച്ചേ പറ്റുള്ളൂ. കൊച്ചുമുതലാളി, ഞാൻ അയാളോട് കാര്യമായിട്ട് തന്നെ പറഞ്ഞത്. ഇനി അയാൾ രാത്രി ഉറങ്ങാനേ ചാൻസ് ഇല്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കി തരും. ശരി, ഓക്കെ. പക്ഷെ ഈ കാര്യം നീ ഫോളോ അപ്പ് ചെയ്തോളണം. അക്കാര്യം ഞാൻ ഏറ്റു ബോസ്, ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ട് ആ ഡ്രസ്സ് കിട്ടിയത് തന്നെ. കിട്ടില്ല, കിട്ടാനേ പാടില്ല. ശിവാനി ആ ഡ്രസ്സ് ഉപയോഗിക്കരുത്. ശിവാനി ഇതിട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. ചിലപ്പോ ആരുടെങ്കിലും കണ്ണ് കിട്ടാൻ വരെ ചാൻസ് ഉണ്ട്. ചേട്ടാ നോക്കി, ഏട്ടത്തിയുടെ മുഖത്ത് എന്തൊരു സൗന്ദര്യം വന്നിരിക്കുന്നെന്ന്. തൃശൂൽ, ഈ നെക്ലസ് ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? ഞാൻ
ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ നെക്ലസ്. ഇതൊക്കെ എന്താ? ഹേയ് തൃശൂൽ, ഒന്ന് പറടാ, ഈ നെക്ലസ് ആണ് നല്ല ഭംഗിയുണ്ടല്ലേ? താമ്പാ ശിവനി. ഞാൻ സ്വപ്നത്തെ കണ്ടത് നടക്കരുതെന്ന് വിചാരിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാവുന്ന പോലെ ഓരോന്നും എന്റെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്റെ സ്വപ്നം മുതലാളി, ഗുരുക്കൾ. എന്താണ് ദിഗ്വിജയ പെട്ടെന്ന് വരണമെന്നും പറഞ്ഞ് എന്റെ ശിഷ്യനെ അങ്ങോട്ടേക്ക് അയച്ചതിന്റെ കാരണം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഗുരുക്കളെ, നാഗറാണിയെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അവളെ ഒരിടത്ത് കെട്ടിയിട്ടിരിക്കുക. എന്താണ് ഈ പറയുന്നത് ദിഗ്വിജയ? നാഗറാണിയെ നീ ബന്ധിച്ചുവെന്നോ? അവളെ നിങ്ങൾ എങ്ങനെ പിടിച്ചു കെട്ടി? ഇതെല്ലാം എങ്ങനെയാണ് സാധ്യമായത്? എന്റെ സഹായമില്ലാതെ ഇതൊക്കെ എങ്ങനെയാണ് സാധിച്ചത്? അത് കണ്ടുപിടിക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല ഗുരുക്കളെ. എന്റെ ഫ്രണ്ട് സാംബശിവനാണ് കണ്ടുപിടിച്ചത്. അവരെല്ലാവരും കൂടി അവളെ അവിടെ കെട്ടിയിട്ടു. പക്ഷേ ഒരു ചെറിയ സംശയം ഗുരുക്കളെ. ഇവർ വേറെ ആരെയോ ബന്ധിച്ച് നാഗമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക. യഥാർത്ഥ നാഗറാണി ഇവരുടെ കയ്യിൽ അകപ്പെടാൻ ഒരു സാധ്യതയുമില്ല. അത് സംശയത്തെക്കാൾ ഉപരി അത്ഭുതമാണ് ഗുരുക്കളെ. ഞങ്ങളവിടെ ബന്ധിച്ച നാഗിനി വേറെ ആരുമല്ല, അങ്ങന്റെ മരുമകളാക്കാൻ നിർദ്ദേശിച്ചില്ലേ, ആ ശിവാനി തന്നെ.